കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചെറിയൊരു സന്തോഷം അവൾക്ക് തോന്നി. ആരുമല്ലാത്ത ഒരാൾ കുറ്റബോധം കൊണ്ടാണെങ്കിലും തന്റെ കാര്യത്തിൽ ആകുലതപ്പെടുന്നു. അവളെ അവനെ ഉപദ്രവിച്ചതിൽ അവനക്ക് നല്ല വിഷമമുണ്ടെന്ന് ഇന്നലെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. എന്നാലും ഭയമാണ് അവൾക്ക്, അവനെ എന്നല്ല എല്ലാവരെയും. അമ്മേ! അവന്റെ അലറിലാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഞങ്ങൾ അവളെ കണ്ടു, വേറെ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, അത്രയേ ഉള്ളൂ. അവനവിടെ ഈ അവസ്ഥ അറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പാഞ്ഞു വരുമെന്ന് ദേവികക്കറിയാം. കേൾക്കുമെന്ന് വാക്കാൽ പറഞ്ഞവരെ കഴുത്തിന് പിടിച്ചവൻ കൊല്ലാൻ നോക്കിയവരെ കൊന്നേ നിൽക്കുമെന്ന് അവർക്കറിയാം. ദേവിക യേശുവിനെയും ലീനയും നോക്കിയെന്ന് കണ്ണടച്ചു. എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്ക്, ബ്ലീഡിംഗ് ഉണ്ടെന്നൊക്കെയല്ലേ ആ കുട്ടി പറഞ്ഞ്. ഉള്ളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ, ഭാവിയിലൊരു പ്രശ്നമുണ്ട്. നല്ലപോലെ ചെക്ക് ചെയ്യാൻ അവനോട് പറയണം. എന്താവശ്യമുള്ള എനിക്ക് വിളിക്കണം. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ ഓക്കെ അല്ലേ? ദേവിയൊന്ന് മൂളി. എന്തോ അവളുടെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയേണ്ടി വന്ന് ആലോചിച്ചതും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ, അവൾ അടുത്തുണ്ടോ? എനിക്കൊന്ന് സംസാരിക്കാൻ. അവൻ ചോദിച്ചു. അവൾ ദേവികയുടെ മുഖത്തേക്ക് നോക്കി. അതുവരെ എല്ലാം കേട്ട് കിടക്കുകയായിരുന്നു അവൾ. അവൻ്റെ അവസാന വാക്കിൽ കേട്ടതും അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. പറഞ്ഞു, ഞാൻ കൊടുക്കാം. അതും പറഞ്ഞുകൊണ്ട് ദേവിക അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ഫോൺ നീട്ടിപ്പിടിച്ചു. മൗനമാണെന്ന് കണ്ടതും അവന് മനസ്സിലായി അവൾ കേൾക്കുന്നുണ്ടെന്ന്. ഇഷ. അവൻ്റെ ആ വിളിയിൽ തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു. ഇഷ എന്ന് തന്നെയാണ് അവൾ കോളേജിലുള്ളവരും മഠത്തിലുള്ളവരുമൊക്കെ വിളിക്കുന്നത്. അത്രമേൽ പ്രിയപ്പെട്ട പേരാണ് അവൾക്കത്. തന്നെ താനായി അംഗീകരിക്കുന്നവർ വിളിക്കുന്ന പേരാണ്. ഡു യു ഹിയർ മീ? അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, എന്തിനും. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഫോൺ അവൻ ഓഫാക്കി. ഇഷ അവൻ്റെ ആ വാക്കുകൾ പിന്നെയും ആലോചിച്ചു. ഞാനുണ്ട് കൂടെ, അവൾ മനസ്സിൽ ആവർത്തിച്ചു. ആരും ഇന്നോൾ അവളോട് പറഞ്ഞു കേൾക്കാത്തതുകൊണ്ട് അവൾക്കത് വലിയൊരു വാക്കായിരുന്നു, സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാക്ക്. എന്നാൽ നമുക്ക് ഇറങ്ങാം. ദേവിക ചോദിച്ച് അവളുടെ മുഖം മാറി. അത് മനസ്സിലാക്കിക്കൊണ്ട് ലീന അവളുടെ അടുത്തേക്ക് വന്നു. മോള് പേടിക്കണ്ട, ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇവർ നോയിക്കോളും. ചെല്ല്, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വാ. ലീന പതി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിക അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി. ഒരു പാൻറ്റും ടോപ്പുമാണ് അവളുടെ വേഷം. ടോപ്പിൽ അവിടെ ഇവിടേക്കായിട്ട് രക്തമുണ്ട്. ആകെ ഒരു ക്ഷീണം അവൾക്ക് തോന്നിച്ചു. ഇന്നലെ കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ്. അവർ രണ്ടുപേരും കൂടെ പതുക്കെ അവളെ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. നിങ്ങൾ മോളുടെ ഒരു നല്ല ഡ്രസ്സ് എടുക്കുക, അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം. ഇടാൻ സുഖമുള്ള വല്ല ഡ്രസ്സ് എടുത്തോളൂ. ടോപ്പും ചുരിദാറൊന്നും വേണ്ട, ലൂസ് ആയിട്ടുള്ള വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഇല്ലേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അതാ നല്ലത്. മോളുടെ കയ്യിലധികവും ടോപ്പാ. ലീന മറുപടി നൽകിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി. ഇറങ്ങുമ്പോൾ തന്നെ റോണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പറ്റില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് ആ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്കൊപ്പം വരാം. ആ ചേച്ചിയുടെ ആരോഗ്യം ഹെൽത്തിയാണെന്ന് ഉറപ്പിക്കേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. ഈ ചേച്ചി കൊണ്ടുപോയിക്കോട്ടെ, അതല്ലേ നല്ലത്. പപ്പയും അമ്മയും വരാൻ വൈകും, നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഈ ചേച്ചിക്ക് ഒട്ടും വയ്യ, അവർ കൊണ്ടുപോയി നോക്കട്ടെ. റോണി പറഞ്ഞു നിർത്തിയതും നിച്ചുവിന്റെ ശബ്ദം അവിടെ കേട്ടു. ദേവികയും മകനിവിടെ വരാൻ കാരണം അവളാണെന്ന് നിഷുവിന് മനസ്സിലായിരുന്നു. ഓക്കെ, സമ്മതിച്ചു, കൊണ്ടുപോക്കോ, ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ അമ്മയും പപ്പയും വന്നാ ഞാനൊന്നും അറിയില്ല. എല്ലാം നീ പറ്റുമോ? പറ്റൂ. ഒട്ടും ആലോചിക്കാതെ നിച്ചുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾ ഈ ചേച്ചിയെ കൊണ്ടുപോക്കോ. ഒപ്പം ലീന വരും. ഞങ്ങൾക്ക് എന്തായാലും ഒപ്പം വരാൻ പറ്റില്ല, പിന്നെ എല്ലാം ഞങ്ങളുടെ തലയിലാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കാണിക്കാവുന്നവരെന്നെ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ലീനവരുടെ കൂടെ ചെല്ല്. നിച്ചു അകത്തേക്ക് വാ. ലീനയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോകുന്നത് നോക്കി നിച്ചുവിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ തറയിൽ വന്ന് പതിച്ചു. അങ്ങനെ അവർ 4 പേര് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷുവിനെ പുറത്തേക്ക് തന്നപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. അവൾക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ട്രിപ്പ് ഇട്ടിട്ട് ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് അവൾ അവിടെ കിടത്തി. അവരെ ഹോസ്പിറ്റലിലാക്കി രാവിലെ തന്നെ റോണി പോയിരുന്നു. അവൾക്കൊപ്പം ലീനയും ദേവിയും മാത്രമായിരുന്നു. മോളെ, നമുക്കൊന്ന് പതിയെ എണീറ്റ് ഫ്രഷായിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാലോ? റൂമിലേക്ക് മാറ്റിയെന്ന് ദേവി അവളോട് ചോദിച്ചു. അതിനവളൊന്ന് തലകുലുക്കി. ഒന്ന് ഫ്രഷ് ആവണമെന്ന് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ പതുക്കെ ബെഡിൽ നിന്ന് എണീറ്റ് നിലത്ത് കാലുകുത്തി. അപ്പോഴും അവൾക്ക് വയറ്റിൽ നല്ല വേദന തോന്നി. ലീനയും ദേവിക അവളുടെ 2 വശവും പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. മോളുടെ കഴിഞ്ഞാൽ വിളിക്കും, ഞാൻ ഡ്രസ്സ് മാറ്റാൻ സഹായിക്കാം. അവളെ ബാത്റൂമിലേക്കാക്കി തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ ദേവിക അവളോട് പറഞ്ഞു. എന്തോ ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ വിഷമിക്കുന്നേ? നിന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ ഞാൻ പറയുന്നു. ചെല്ലു, ഫ്രഷ് ആയി വാ, എന്നിട്ട് അമ്മയെ വിളിക്കേ. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തലോടി പുറത്തേക്ക് പോയി. ദേവിക പുറത്തേക്ക് പോയതും അവൾ ടോപ്പ് അഴിക്കാൻ നോക്കി. കൈ പൊക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രത്തോളം വേദന. അവൾ ഡോർ തുറന്നു. ശബ്ദം കേട്ടും ദേവിക അങ്ങോട്ട് നോക്കി. എന്താ മോളെ, ഫ്രഷ് ആവുന്നില്ലേ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവിക ചോദിച്ചു. എനിക്ക് കൈ പൊക്കി ടോപ്പ് അഴിക്കാൻ പറ്റുന്നില്ല.
കണ്ണുകൾ നിറച്ച് പേടിയോടെ പറയുന്ന ആ പെൺകുട്ടിയെ മുറുകെ കെട്ടിപ്പിടിച്ച് മുഖം മൊത്തം ചുംബിക്കാൻ തോന്നിപ്പോയി ദേവികയ്ക്ക്. അത്രമേൽ നിഷ്കളങ്കമായ പെൺകുട്ടി. വാ. അതും പറഞ്ഞ് അവൾ കൂട്ടി ബാത്റൂമിലേക്ക് കയറി. ഒരു ചെയർ ബാത്റൂമിലിട്ട് അവൾ അതിലിരുത്തി. പതിയെ അവളുടെ ടോപ്പ് അഴിച്ചു മാറ്റി. ടോപ്പ് അഴിച്ചതും ദേവിക അവളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവിയുടെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നുമില്ലാതെ വന്ന് അവൾ മുഖമുയർത്തി നോക്കി. അവളുടെ ശരീരത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദേവിയെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. ആ ചിരി കൂടെ കണ്ടതും ദേവി അവൾ അവളുടെ മാറിലേക്ക് അണച്ചു പിടിച്ചു. ദേവിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവളുടെ മുടിയിലേക്ക് ഒലിച്ചിറങ്ങി. എൻ്റെ മോളെ, നിനക്ക് വേദനിക്കണില്ലേ കുഞ്ഞ? എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നു? ഈശ്വര, ആരാ നിന്നെ ഇങ്ങനെ അടിച്ച്? ദേവിക അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് കണ്ണീരോടെ ചോദിച്ചു. അപ്പോഴവർ കരയുകയാണ്. മറുപടിയൊന്നും പറയാതെ ദേവികയുടെ മാറിൽ നിന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ ദേവിയെ നോക്കി. തല താഴ്ത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ദേവി. പതിയെ അവൾ അടത്തി മാറ്റി ഫ്രഷാക്കി. മുറിവിലെല്ലാം വെള്ളം തട്ടുമ്പോൾ അവൾ കണ്ണുകളിറുകെ അടക്കുന്നു. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വേദന സഹിക്കുന്നതും കണ്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഫ്രഷാക്കി ഡ്രസ്സ് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പും പലാസയുമായിരുന്നു വേഷം. അവളെ ടെസ്റ്റിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ദേവിക തന്നെ പോയി വാങ്ങിയതാണെല്ലാം. അതിലേക്ക് വേണ്ട മറ്റുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ വേറെ 2-3 ഡ്രസ്സുകളും വാങ്ങിയിരുന്നു. വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ദേവിയെ ലീനയാണ് തടഞ്ഞത്. ഇതുപോലുള്ള ഡ്രസ്സൊന്നും കൊച്ചിയിടാറില്ല. ലീനയുടെ ഒറ്റ വാക്കിൽ ഡ്രസ്സ് വാങ്ങിക്കൽ അവിടെ അവസാനിച്ചു. മേടിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അവളോട് ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാമെന്ന് സ്വയം സമാധാനപ്പെടുത്തിയാണ് ആ ഷോപ്പിൽ നിന്ന് ദേവി ഇറങ്ങിയത്. ഫ്രഷ് ആയപ്പോൾ തന്നെ ഇഷുവിന് കുറെ ക്ഷീണം പോയ പോലെ തോന്നി. ഇന്നലെ രാത്രിയൊന്നും വേദന കാരണം ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവൾ ഉറങ്ങി. ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് അവൾക്ക് കൊടുത്തത്. അവൾ ഉറങ്ങാൻ നോക്കിയിരുന്ന ദേവിക മോഹൻ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇല്ല, രുദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ അറിഞ്ഞാൽ പിന്നെ പ്രശ്നം കൂടുതൽ വഷളാവും. ഇല്ല, ഇതുവരെ അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടോ വിളിച്ചിട്ടോ ഇല്ല. ഒപ്പമുള്ളത് അവിടുത്തെ ഒരു സെർവൻ്റ് മാത്രമാണ്. ഇന്ന് എന്തായാലും ഇവിടെ കിടക്കണം. നാളെ മോൾ അവിടെ വീട്ടിലാക്കിയിട്ട് ഞാൻ വരാം. ഇനിയിപ്പോൾ വരുമൊന്നും വേണ്ട. ഇവിടെ റോണയില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പറയാം. ഇല്ല, മോൾ ഉറങ്ങാം. അത്രയും പറഞ്ഞ് ദേവിക ഫോൺ വെച്ചു. ലീന ദേവിയെ നോക്കിയിരിക്കുകയാണ്, എന്തോ ചോദിക്കാനുള്ളത് പോലെ. ദേവിക അവൾക്ക് നേരെ പുരികം പൊക്കി എന്താന്ന് ചോദിച്ചു. ഈ രുദ്ര? അവരൊരു സംശയത്തോടെ ചോദിച്ചു. വീട്ടിൽ നിന്ന് ഫോണിൽ ഇഷുവിനോട് സംസാരിച്ചു. ഇപ്പൊ പറഞ്ഞൊക്കെ അവരുദ്ദേശിച്ച ആള് തന്നെയാണോ എന്നറിയാം. എൻ്റെ മൂത്ത മകനാ രുദ്രനാഥ്, ഫിലിം ആക്ടർ. ഇഷുവിൻ്റെ കൂടെ? അവരൊരു മടിയോടെ പറഞ്ഞു. ദേവി തലകുലുക്കി. പെട്ടെന്ന് ആ ഡോർ തുറന്ന ഒരാൾ അകത്തേക്ക് വന്നു. ഒരു പാൻറ്റും ഷർട്ടുമാണ് വേഷം. മാസ്ക് ഇട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ രുദ്രനാണെന്ന് ദേവിക്ക് മനസ്സിലായി. ലീന അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ മാസ്ക് മാറ്റിയതും ന്യൂസിൽ കണ്ട ചെറുപ്പക്കാരനാണെന്ന് ലീനക്ക് മനസ്സിലായി. രാവിലെ ദേവിയുടെ ഫോണിൽ കണ്ടിരുന്ന അവൻ്റെ ഫോട്ടോ. അവൻ രണ്ടുപേരെയും നോക്കി. ലീനയെ സംശയത്തോടെ നോക്കിയതും ഇഷുവിൻ്റെ വീട്ടിലെ സെർവൻ്റാണെന്ന് ദേവി പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവരെ മറികടന്ന് ബെഡിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും ദേവികയുടെ മുഖത്ത് ഇനി എന്ത് നടക്കുമെന്നുള്ള ചിന്തയായിരുന്നു. അവളെ കണ്ടാലറിയാം അവളുടെ അവസ്ഥ. മുഖത്തൊന്നും അത്രയ്ക്ക് മുറിവില്ല. നല്ലവണ്ണം നോക്കിയാലേ അറിയും. പുതപ്പ് കൊണ്ട് കഴുത്തുവരെ മറിച്ചാണ് അവൾ കിടക്കുന്നത്. ഒന്നും മനസ്സിലാവില്ലെന്ന ആശ്വാസവും പേടിയും അവരുടെ മുഖത്ത് തെളിഞ്ഞു. രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു. ബെഡിൽ ശരീരം മൊത്തത്തിൽ പുതച്ച് കിടക്കുന്നവളെ അവനൊന്ന് നോക്കി. പെട്ടെന്ന് അവനെ നെറ്റിച്ചുളിഞ്ഞു. കണ്ണുകൾ കുറുകി. അവനൊന്നുകൂടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ നെറ്റിപൊട്ടി രക്തം വന്നതിൻ്റെ അപ്പുറത്ത് തന്നെ അതുപോലൊരു മുറിവുണ്ട്. ചുണ്ടിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല. അവിടെ നീലയും ചുവപ്പും കൂടിക്കലർന്നൊരു നിറമായിട്ടുണ്ട്. 2 കവിൾ അതുപോലെ തന്നെ നീല നിറത്തിൽ കിടക്കുന്നുണ്ട്. താടിയിൽ പോലും എന്തോ അടിച്ച അടയാളം നീളത്തിൽ ചുവന്ന് കിടക്കുന്നു. അവൻ്റെ കണ്ണുകൾ താഴേക്ക് പോയി. കഴുത്തുവരെ പുതപ്പായതുകൊണ്ട് അവന് കാണാൻ കഴിഞ്ഞില്ല. ഇഷുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രുദ്രനെ കണ്ട് ദേവിക്ക് പേടിയായി. അവൻ അവളുടെ മുഖത്തെ അടയാളങ്ങൾ പരിശോധിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ലീന അപ്പോഴും ഇവനെന്താ ഇങ്ങനെ നോക്കുന്ന രീതിയിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനൊന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ പുതപ്പിൽ കൈവച്ചതും ദേവി അവൻ്റെ കയ്യിൽ തടഞ്ഞു. അവൻ തലയരിച്ച് അവരെ നോക്കി. അത് നീ കാണാൻ പറ്റിയ കോലത്തിലല്ല അവൾ കിടക്കുന്നു. ദേവി പറഞ്ഞു കേട്ടിട്ടും അവനിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഏത് കോലത്തിലായാലും ഞാൻ കാണും. അതും പറഞ്ഞുകൊണ്ട് ദേവി പിടിച്ച കൈ അവൻ വേർപ്പെടുത്തിക്കൊണ്ട് അവൾ പുതച്ച പുതപ്പ് മാറ്റി. അവൻ ആദ്യം നോക്കിയത് അവളുടെ കഴുത്തിലേക്കാണ്. അവിടെ എവിടെയായി നീളത്തിൽ ചുവന്ന് കിടക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് അവളുടെ വെളുത്ത കൈകളിൽ ആ നീളത്തിലുള്ള ചുവന്ന പാടുകൾ അവൻ വ്യക്തമായി കണ്ടു. അവൻ്റെ കണ്ണുകൾ അവിടെ നിന്ന് താഴേക്ക് പോയി. അധികം ഇറക്കമില്ലാത്ത ടോപ്പായതുകൊണ്ട് തന്നെ വയറ് ചെറുതായിട്ട് കാണാം. അവൻ്റെ കൈകൾ അങ്ങോട്ട് പോയതും ദേവി ലീനയൊന്ന് ഞെട്ടി. ഈശ്വര, ഇവനിത് എന്ത് ഭാവിച്ച? അവനെ തന്നെ തുറിച്ചു നോക്കിക്കുന്ന ലീനയെ നോക്കി ദേവി മനസ്സിൽ ചിന്തിച്ചു. രുദ്ര അവളുടെ ടോപ്പിൽ പിടിച്ചതും ലീന അവൻ്റെ കൈ തട്ടി.
എന്താ ഉദ്ദേശം? അവൾ ഉറങ്ങുകയാണെന്ന് കരുതി എന്തും കാണിക്കാന്നാണോ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ? ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നത് നോക്കുന്ന തെറ്റാണെന്നൊന്നും അറിയില്ലേ? ലീന ഇത്തിരി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചു. ഞാൻ കണ്ടു മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്ക് കാണണ്ട. ഞാനൊരു തെറ്റായ രീതിയിലല്ല അവളെ നോക്കുന്നു. അവളുടെ ആരോഗ്യം ഇപ്പം എൻ്റെ ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് ഞാൻ നോക്കും. അതും പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് അവൻ ഉയർത്തിയതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. കഴുത്തിലും കൈയിലുമൊക്കെയുള്ള അതേ പാടുകൾ ചവിട്ടിയ സ്ഥലത്ത് നല്ല നീല നിറമായിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും വേറെ ഒരുപാട് പാടുകളുണ്ട്. അവൻ പതിയെ അവളുടെ ആ മുറിവിലും തൊട്ടു. അവൾ ഉറക്കത്തിലും വേദന അറിഞ്ഞ പോലെ ചിണുങ്ങി. അവൻ പതിയെ അവളെ ചെരിച്ച് കിടത്തിയതും ഇടുപ്പിലും അതുപോലെ തന്നെയുണ്ട്. അവൻ ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. അവളെ നേരെ കിടത്തി ഡ്രസ്സ് നേരെയാക്കി പഴയതുപോലെ പുതച്ചു കൊടുത്തു. അവൻ അവളെയൊന്ന് നോക്കി. ഒരു ചെറു ചിരിയോടെ നിഷ്കളങ്കമായി ഉറങ്ങുകയാണവൾ, വേദനകളൊന്നും അറിയാതെ. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ദേവിക്ക് ലീനയ്ക്ക് നേരെ തിരിഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ ശരീരത്തിലെ പാടുകൾ ദേവി കണ്ടതാണ്, എന്നാൽ ലീന കണ്ടിട്ടില്ല. ഇത്രയും വേദന അവൾ സഹിച്ചില്ലെന്ന് ഓർത്തായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞത്. ഒപ്പം നിലത്ത് വേദന കൊണ്ട് കിടന്ന് പൊളഞ്ഞുകൊണ്ട് തലയിലേന്ന് കാല് പിടിച്ച് കരഞ്ഞവളുടെ മുഖമായിരുന്നു അവരുടെ മനസ്സിൽ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലീന അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ പതിയെ തലോടി. എന്തിനാ കർത്താവ് ഈ കൊച്ചിനോട് ഇങ്ങനെ ഒരു പരീക്ഷണം? അതിന് മാത്രം എന്ത് പാപ ഈ കൊച്ചി ചെയ്ത്? കർത്താവിനോട് അവർ പരാതി പറഞ്ഞു. രുദ്രൻ ദേവിയെ കടുപ്പത്തിൽ നോക്കി. നുണ പറഞ്ഞെന്ന് അവന് മനസ്സിലായി. അതുമാത്രം അവൻ സഹിക്കില്ല. തെറ്റ് ചെയ്താൽ രുദ്രൻ ദേവിയുടെ അച്ഛനായിട്ടാവും പ്രവർത്തിക്കുകയെന്ന് ദേവിക്ക് അറിയാം. അമ്മ, എന്തിനെന്നോട് മറച്ചു വെച്ച്? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നോട് ഇത് പറയായിരുന്നോ? ഒരു സമാധാനമില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് നമുക്കറിയോ? അറിയോന്ന് അവൻ അലറിയതും ദേവിയൊന്ന് ഞെട്ടി. ചെറുക്കൻ അച്ഛനായി എന്ന് ദേവിക്ക് മനസ്സിലായി. തെറ്റവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാത്ത തലതാഴ്ത്തി നിൽക്കാൻ അവർക്കും ആയുള്ളൂ. എന്നാൽ അവന്റെ അലർച്ചയിൽ ഉറങ്ങിക്കിടന്നവൾ എണീറ്റു. പതിയെ കണ്ണു തുറന്നു ലീനയുടെ മുഖമാണ് കണ്ടത്. പതുക്കെ മുന്നിലേക്ക് നോക്കിയതും കണ്ടു തലതാഴ്ത്തി നിൽക്കുന്ന ദേവികയെ. അവർക്ക് മുന്നിൽ ആരോ നിൽക്കുന്നു. അവന്റെ പുറംഭാഗം കണ്ടതിനാൽ അവൾക്ക് ആളെ മനസ്സിലായില്ല. ഇവളെ ഒന്ന് കാണാൻ ഇതുവരെ ഞാനിങ്ങനെ സെറ്റിൽ പിടിച്ചതെന്ന് നമുക്കറിയോ? നിങ്ങൾക്കൊക്കെ വിളിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. പക്ഷേ ആ വാക്കിയിട്ട് അവിടെ ഇരിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല. അമ്മയുടെ സംസാരത്തിൽ തന്നെ ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഞാൻ കാരണം ഒരു പ്രശ്നത്തിൽ വന്ന് ചാടിയിട്ട് ഇങ്ങനെ തല്ലി കൊല്ലാറാക്കിയിട്ട് ഇവിടെ കിടക്കുമ്പോൾ അത് ഞാൻ അറിയണ്ടേ? എന്നെ അറിയിക്കണ്ടേ? വേണ്ടേ വേണ്ടേ വേണ്ടേ? പറയമ്മേ, ഞാൻ ചോദിച്ചുള്ള മറുപടി ഇതാ. വേണം. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്ന്? ഞാൻ ഇനി അവളെ ഉപദ്രവിക്കുന്ന അമ്മയ്ക്ക് തോന്നിയോ? അവൻ ചോദിച്ചു. ദേവി അവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി. പിന്നെ എന്താ എന്നോട് പറയാതിരുന്ന്? അവൾക്ക് ഇതിൽ പങ്കില്ലെന്നറിഞ്ഞതും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ ഉപദ്രവിച്ചോ? ചേർത്ത് പിടിക്കാനല്ലേ നോക്കിയത്? അവളെ അടിച്ചതിന് ശേഷം ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. കണ്ണടച്ചാ തെളിയുന്നത് കരഞ്ഞു കളങ്ങിയ ആ കണ്ണുകളാ. ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നി എന്നോട് ഇത് പറയാതിരിക്കാൻ? നീ അറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവെന്ന് കരുതിയിട്ടാ ഞാൻ അറിഞ്ഞാൽ എങ്ങനെയാ അത് പ്രശ്നമാവും? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇവിടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ? അല്ല, ഈ അവസ്ഥക്കാരൻ നിങ്ങളല്ല. നിങ്ങൾ കാരണം അവർ ഈ അവസരം ഉപയോഗിച്ചു. അതാണ് സത്യം. രുദ്ര പറഞ്ഞു നിർത്തിയതും ലീനയുടെ ശബ്ദം അവിടെ ഉയർന്നു. രുദ്രനും ദേവി അവർക്ക് നേരെ തിരിഞ്ഞു. ഇഷു വേഗം കണ്ണുകളടച്ച് കിടന്നു. ഇന്നലെ രാത്രിയിലെ ഓർമ്മകൾ അവൾക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ലീനയുടെ ഓർമ്മകൾ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിലേക്ക് പോയി. ഇഷുവും നിശുവും വീട്ടിലേക്ക് കയറുമ്പോൾ ഹാളിൽ തന്നെ ആനിയും ചോടും നീയും ഇരുന്നിരുന്നു. ഹാളിൽ ആനിയെ കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരം ഭയത്താൽ വിറച്ചു. അത് മനസ്സിലാക്കി നിശു അവളെ ചേർത്ത് പിടിച്ചു. അവരെ ആരെയും നോക്കാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയ യശുവിനെ ആനി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ നിന്നു. ഞങ്ങൾ നിന്റെ വിവാഹം ഉറപ്പിച്ചു. ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവളെ നോക്കി ഒരു പൂച്ചച്ചിരിയോടെ പറഞ്ഞതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് സമ്മതമല്ല, വിവാഹം എനിക്ക് വേണ്ട. വിറച്ച് വിറച്ച് അവൾ പറഞ്ഞതും ആനി ഇരുന്നിടത്തുനിന്ന് പാഞ്ഞു വന്നു. പിന്നെ എന്താടി നിന്റെ മനസ്സിലിരിപ്പ്? ഇതുപോലെ കണ്ടമാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനാണോടി? എനിക്ക് മടത്തില് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ നിലത്തേക്ക് വീണിരുന്നു. കവളിൽ പതിഞ്ഞ അടിയുടെ ശക്തിയിൽ അവൾ ആ നിലത്ത് തന്നെ കിടന്നു, ഒന്നനങ്ങാൻ പോലും ആവാതെ. നേരത്തെ തടിയും ഇപ്പോഴത്തെ അടിയും കഴിക്കാത്ത ക്ഷീണവും ഒക്കെ അവൾ നല്ലവണ്ണം തളർത്തിയിരുന്നു. കണ്ടവന്റെ കൂടെ കിടന്ന് നിന്നെ നീ ഏത് മടത്തിക്കയറ്റും? പറ. നിന്നെ അറിയാവുന്നവർക്കൊക്കെ അത് നീയാണെന്ന് മനസ്സിലായതാ. ഒരുത്തൻ നേരം പുലിരോളം വെച്ചോണ്ടിരുന്ന എനിക്ക് ഇനി കർത്താവിന് മണവാട്ടിയാവാനുള്ള യോഗ്യതയുണ്ടോ? പറ, ഉണ്ടോന്ന്? നിലത്ത് കിടക്കുന്നവരുടെ മുഖത്തിന് നേരെ വന്നുകൊണ്ട് അവരലറി. അപ്പോഴേക്കും പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ ഒപ്പം ജോണിന്റെ പ്രായം തോന്നിക്കുന്ന ഒരാളും കയറി വന്നു. ചേട്ടായി, അതും പറഞ്ഞുകൊണ്ട് ആനി അയാളെ പോയി പുണർന്നു. അവരുടെ കൂടെ നിന്നവന്റെ കണ്ണുകൾ നിലത്ത് കിടക്കുന്ന ഇഷുവിലായിരുന്നു. അവളുടെ പൊട്ടിയ ചുണ്ടും അലങ്കോലമായ വസ്ത്രവുമെല്ലാം അവനൊരു ആർത്തിയോടെ നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾക്ക് അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി.
അവൻ അവളെ തന്നെ നോക്കി വെള്ളമിറക്കുന്ന നീശു കത്തുന്ന കണ്ണുകളോടെ നോക്കി. നിലത്ത് നീഷുവിനെ എണീപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. എന്തായി അവളുടെ തീരുമാനം? ആനിയെ ചേർത്ത് പിടിച്ച വ്യക്തി ഇഷുവിനെ നോക്കിക്കൊണ്ട് ആനിയോട് ചോദിച്ചു. സമ്മതിച്ചിട്ടില്ല, സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. അതും പറഞ്ഞുകൊണ്ട് ഇഷുവിൻ്റെ അടുത്തേക്ക് അവർ ചെന്നു. ഇഷു നീശുവിൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച് അവളുടെ പിന്നിലേക്ക് നിന്നതും ആനി അവളെ വലിച്ച് സെറ്റിയിലേക്ക് ഇട്ടു. വേദന കൊണ്ട് അവളൊന്ന് അലറി. അവിടെ നിന്നിരുന്ന ആ വീട്ടിലെ സെർവൻസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു മാലാഖയാണ്. അവളുടെ സ്വഭാവവും പ്രവൃത്തിയും സംസാരമൊക്കെയാണ് അവരവളെ മാലാഖയായി കാണുന്നതിന് കാരണം. പറയടി, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതാണോ? അതോ ഇനി ഇന്ന് കണ്ടവന്റെ പഴിഞ്ഞാടാൻ പോനീ? ആനിയുടെ വാക്കുകൾക്ക് അവൾ കരഞ്ഞോണ്ടില്ലെന്ന് തലയാട്ടി. എന്നാ പിന്നെ ഇവരെ കെട്ടാൻ സമ്മതാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറ. അതും പറഞ്ഞുകൊണ്ട് ആനി അവൾ അവന്റെ മുന്നിലേക്ക് തള്ളി. അവൻ അവളെ രണ്ട് കൈ കൊണ്ട് ഇടുപ്പിലൂടെ ഇട്ടുകൊണ്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി അവളുടെ ശരീരത്തിലേക്ക് തന്നെ ഒഴിഞ്ഞു നോക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ ആനിക്ക് നേരെ തിരിഞ്ഞു. ഇയാൾ ചീത്തയാ മമ്മ, എനിക്ക് ഇഷ്ടാവില്ല, എനിക്ക് വിവാഹം വേണ്ട മമ്മ. അവൾ ആനിക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവന്റെ ഒപ്പം നിരുന്ന ആൾ ഇഷുവിന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് അയാൾക്ക് നേരെ അവളുടെ മുഖമുയർത്തി. എന്താണ് നീ പറഞ്ഞേ? എന്റെ കൊച്ചി ചീത്തയാണെന്നോ? അപ്പൊ നീയോ? കണ്ടവന്റെ കൂടെ കിടന്നിട്ട് വന്നോ പോരാ എന്റെ മോൻ ചീത്തയാണെന്ന്. ഇവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കിട്ട് പഴച്ചവളെ, അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നിന്റെ അമ്മയോ പപ്പയോ ഈ സ്റ്റീഫനോട് ചോദിക്കാൻ വരില്ല. കൊന്നോ, എന്നാലും ഞാൻ സമ്മതിക്കില്ല. വാക്കുകൾ പെരുക്ക് കൂട്ടി അവൾ പറഞ്ഞതും അയാൾ അയാളുടെ അരയിലെ ബെൽറ്റ് ഊരി കയ്യിൽ ചുറ്റി അവളെ തലങ്ങും വിലങ്ങും തള്ളി. വേദനയിൽ അവൾ അലറി. നീച്ചു തടുക്കാൻ ചെന്നു ആനി അവളെ പിടിച്ച് റൂമിലിട്ട് പൂട്ടി. നീയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജോണൊന്നും പറയാതെ എണീറ്റ് പുറത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.